ഹായ്, ഇന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് കുറച്ച് റവ എടുക്കുക. നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇല്ലേ റവ? അത് നമ്മളുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട, എന്നാൽ ഒന്ന് പൊടിയും വേണം. അങ്ങനത്തെ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റുക. ഇത്രയും പൊടിഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. അതിലേക്ക് നല്ല തൈര്, കട്ട തൈര് കുറച്ച് ഒരു 2-3 ടീസ്പൂണ് തൈര് ഇടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ചൊക്കെ വെള്ളം വേണം കേട്ടോ. കുറച്ച് വെള്ളം, അത്യാവശ്യം കുറച്ച് വെള്ളമാക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേ പാകത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കുനുകുനാ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി കുറച്ച് ലൂസ് പോലെ വേണം. അതിലേക്ക് കുറച്ച് കായപ്പൊടി, പിന്നെ ഒരു പൊട്ടറ്റോ വേവിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതും കൂടി അതിലിടുക. നമ്മൾ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് എണ്ണയിലിടുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇടാൻ. അത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരുക. നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇങ്ങനെ കോരിയെടുക്കുക. ഇന്നത്തെ 4 മണി പലഹാരം ഇതാണ്, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റവ കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പിന്നെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങളും കൂടി അഭിപ്രായം പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.